അർത്ഥം അത് നൽകിയത് എന്റെ വ്യാഖ്യാനമാണ്. അങ്ങനെ പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഫത്ഹുൽ ഖദീർ ഷൗക്കാനി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ വ്യാഖ്യാനം എന്താണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അവർ വരുന്നത് മുതവസ്സിലീനയിലേക്ക, നബിയെ തങ്ങളിലേക്ക് തങ്ങളെ തവസ്സുലാക്കിയിട്ടാണ്. മുതവസ്സിലീന അൻ മുഖാലഫത്തിഹിം, അതെ ഷൗക്കാനി പോലും പറഞ്ഞത് അവർ ചെയ്ത തെറ്റ്, ആ തെറ്റിൽ നിന്ന് അവർ ആ തെറ്റിനെ നാമാവശേഷമാക്കുന്ന രൂപത്തിൽ, തെറ്റിൽ നിന്ന് മോചനം നേടുന്ന രൂപത്തിൽ ആണ് തങ്ങളുടെ സമീപത്ത് വന്നത് എന്ന് ഷൗക്കാനി വരെ അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം വ്യാഖ്യാന സഹിതം അതിൽ കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ആയത്തിലുള്ള തിരുമറി ആ വിഷയത്തിൽ ഇല്ല. ഇതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. പറഞ്ഞത് വ്യാഖ്യാനമായിട്ട് കൊടുത്തതാണെന്നാണ്. പക്ഷെ ഇത് അതിന്റെ സ്കാൻ ചെയ്തെടുത്ത കോപ്പിയാണ് ഉള്ളത്. ഇതിലാ പിന്നെ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് ഇൻവേർട്ടഡ് കോമയിൽ ആയത്തിനുള്ള പൂർണ്ണമായ അർത്ഥം അയാൾ കൊടുക്കാണ്. നിശ്ചയം സ്വശരീരങ്ങളുടെ അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും എന്ന് ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് അന്നിസാ 64 കൊടുക്കും. ചോദ്യം കംപ്ലീറ്റ് ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞു നമ്മൾ പ്രശ്നമില്ലാക്കാണ്ട് തിരിയാം. അപ്പോ പിന്നെ ഇൻവേർട്ടഡ് കോമയിൽ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കുകയും എന്നിട്ട് ആ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തിട്ട് അന്നിസാ 64 എന്ന് കൊടുത്താൽ എന്നിട്ട് അതിന് തൊട്ടതായി അതിന്റെ അറബിയിലെ ആയത്ത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഖുർആന്റെ യഥാർത്ഥ അർത്ഥം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കൊടുത്തത്. അല്ലാതെ വിശദീകരണം അതിന്റെ അടിയിൽ വേറെ ഉണ്ട്. അപ്പൊ അതല്ല, ഇതാണ് എന്റെ ചോദ്യം. ഞാൻ അതിന് വ്യക്തമായ മറുപടി പറയുന്നു. ശരിയാണ് നിങ്ങളാ പറഞ്ഞ്. അതേപോലെ ആയത്ത് കൊടുത്ത് ഞാൻ പറഞ്ഞ അതേ അർത്ഥം നിങ്ങളുടെ മുഫസ്സിറായ ഷൗക്കാനി തന്നെ അയാളെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. ജാവൂക എന്ന ആയത്ത് ഉദ്ധരിച്ച് ഐ മുതവസ്സിലീന ഇലൈക, നിങ്ങളിലെ തവസ്സുൽ ചെയ്തവരായ സ്ഥിതിയിൽ മുതവസ്സിലീന അൻ മുഖാലഫത്തിഹിം, അവർ ചെയ്ത തെറ്റിനെ തൊട്ട് അവര് മുതവസ്സിലീന എന്ന് പറഞ്ഞാൽ മോചനം തേടുന്നവരായ നിലയ്ക്ക് നിങ്ങളെ സമീപത്തവർ വരും. വളരെ വ്യക്തമാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഈ ഫത്ഹുൽ ഖദീറിന്റെ മുസന്നിഫ് ചെയ്ത അതേ വ്യാഖ്യാനമാണ് മാളൂൽ സക്കാഫിയോടെ കൊടുത്ത്. അത് അതേ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ചെയ്തതാണ്. അതേ പണിയെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ആയത്ത് തിരിച്ച് പുതിയ വ്യാഖ്യാനമൊന്നും കൊടുത്തിട്ടില്ല. ആ സഹാബി ചെയ്ത് തെറ്റാണെങ്കിൽ ഫത്ഹുൽ ഖദീർ ഷൗക്കാനിയിൽ തെറ്റാന്ന് പറയേണ്ടി വരും. അതൊരിക്കലും തെറ്റല്ലല്ലോ. വളരെ വ്യക്തമാണ്. ഷൗക്കാനിന്റെ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം. അലങ്ങളെല്ലാം ചോദിച്ചിട്ടേക്ക് ഒരാൾ എത്ര ആളായി കൊടുക്കും. ആള് പറയട്ടെ. ഉസ്താദെ ഞാൻ ഉസ്താദ് അത് വ്യാഖ്യാനമാണ് കൊടുത്തത്. അതിന്റെ അർത്ഥം കൂടെ കൊടുക്കുന്ന അർത്ഥം വ്യാഖ്യാനമാണ് കൊടുത്തത്, അർത്ഥമല്ല കൊടുത്തത് എന്ന് ഉസ്താദ് പറയണ്ടായി. അപ്പൊ ഞാനിവിടെ പറഞ്ഞു ഇൻവേർട്ടഡ് കോമയിൽ ഇതാ അർത്ഥം അങ്ങനെ തന്നെ ഖുർആന്റെ അർത്ഥം എന്നുള്ള തന്നെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോ ഉസ്താദിനോട് പറയണ്ടായല്ലോ അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെന്ന്. അതിൽ തെറ്റുണ്ടെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. പറയട്ടെ ഉസ്താദ് പറയണല്ല തിരുത്തിയത്. ഉസ്താദ് ഞാൻ പറയട്ടെ. അപ്പോ പിന്നെ അദ്ദേഹം തിരുത്തി എന്ന് പറഞ്ഞല്ലോ, അത് തെറ്റുണ്ടെങ്കിലല്ലേ തിരുത്താൻ ഞാൻ പറയാം. അപ്പോ ഞാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഉസ്താദ് പറയാം. കംപ്ലീറ്റ് ചെയ്യുന്ന ഉസ്താദ് പറയാം. അപ്പോ തെറ്റുണ്ടെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഉസ്താദ് തന്നെ പറയുന്നതിൽ പിന്നെ തെറ്റില്ല. പിന്നെ അപ്പോ എന്താണ് ഇതിന്റെ പറയാനുള്ളത്? ഈ അർത്ഥം തന്നെയാണ്. അപ്പോ ഈ അർത്ഥമാണോ ഇതിൽ കൊടുത്ത അതേ അർത്ഥമാണോ ആ ആയത്തിനുള്ളത് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിക്കോളി. ആയത്തിന്റെ ലഫ്ളിൽ തെറ്റുപറ്റി പിശക് സംഭവിച്ചു തിരുത്തി. അത് നമുക്ക് പറ്റിയതല്ല, അച്ചടി കൃഷിയിൽ പറ്റിയാണ്. അച്ചടി കൃഷി വലിയല്ലാത്തതുകൊണ്ട് തെറ്റുപറ്റാവുന്നതാണ്. അതൊന്നാമത്തെ മറുപടി. പിന്നെ അയാൾ പറഞ്ഞ അർത്ഥം നൽകി. ഞാൻ പറഞ്ഞു ആ ആയത്തിന്റെ ആശയം അങ്ങനെ തന്നെ അവിടെ കൊടുത്തതാണ്. അത് ആരാ പറഞ്ഞു? മാലേക്കൽ സക്കാഫി മാത്രമല്ല, ഇതേ ആശയം മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്ന ഷൗക്കാനി എന്റെ ഫത്ഹുൽ ഖദീറിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തിൽ ധരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേ വാക്ക് അത് ഞങ്ങൾ അങ്ങനെ തന്നെ വായിച്ചു. അപ്പോ രണ്ടും ആയത്തിന്റെ ലക്ഷ്മൽ തെറ്റിയത് നിങ്ങൾ തിരുത്തി. അതേസമയത്ത് അർത്ഥം അതിന്റെ ആശയമാണ്. അതായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ ഫത്ഹുൽ ഖദീറിൽ നിന്ന് ഞങ്ങൾ വായിച്ചു തന്നു. അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം റസൂലിന്റെ അടുത്ത് വന്നു എങ്ങനെ തവസ്സുലാക്കുന്നതായ നിലയിൽ അവരെ തെറ്റിൽ നിന്ന് പാപമോചനം തേടുന്നതായ സ്ഥിതിയിൽ എന്ന് ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ ഫത്ഹുൽ ഖദീർ വായിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഫത്ഹുൽ ഖദീറിന്റെ അതേ വിഷയത്തെ മാലയത്തിന്റെ ഒരു തൊഴിലാ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രസക്തമായ ചോദ്യങ്ങൾ. അപ്പൊ ഉസ്താദ് പറയുന്നത്
ഈ റസൂല എന്നുള്ളത് റസൂല് എന്നാക്കുകയും അർത്ഥം ഇങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്തു എന്നാണോ? അപ്പോ ശരിയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞ പ്രകാരം ഇതിൽ ഈ ആയത്തിന്റെ അർത്ഥമായി വരുന്നത് നിശ്ചയമായും ശരീരങ്ങളോട് അക്രമം കാണിച്ചവർ. ഉസ്താദ് കേൾക്കണം, ഉസ്താദ് കേൾക്കണം. ഞാൻ കേൾക്കുന്നു. നിശ്ചയമായും സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും. ഇങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം എന്നാണോ? അങ്ങനെയും അതിനർത്ഥം പറഞ്ഞു. അല്ല, അങ്ങനെ തന്നെ ശരിയാണ്. ഞാൻ നിർത്തി അവസാനിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ ഇട്ട് കൊടുത്തിരിക്കുന്ന അതേപോലെയാണ് അതിന്റെ അർത്ഥം എന്ന് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് അതിന്റെ മറുപടിയാ പറയുന്നത്. ഒരാഴ്ചയിൽ ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാവും. അവിടെ അപ്പറഞ്ഞ വിശദീകരണം വളരെ കറക്റ്റാണ്, ശരിയാണ്. കാരണം അത് നിങ്ങളുടെ അതേ നേതാവ് അതേ ആയത്തിന് വരുന്ന ജാവൂക്ക എന്ന സ്ഥലത്ത് മുത്തബസ്സുലീന ഇലൈക, നിങ്ങളിലേക്ക് തവസ്സുലാക്കി മുത്തബസ്സുലീന അൻഹാലഫത്തിഹി, അവർ ചെയ്ത തെറ്റിൽ നിന്ന് മോചനം തേടുന്നവരായ രൂപത്തിൽ വരും എന്നങ്ങനെ തന്നെ ഫത്ഹുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആശയമാണ്. അത് ശരിയാണ്, വളരെ കൃത്യമാണ്, അതിലാർക്കും ഒരു തർക്കമില്ല. അപ്പൊ അങ്ങനെയും ഒരു ആശയം അതിലുണ്ട് എന്നാണ് അതിന്റെ. അത് പച്ചമലയാളം പോലെയാണ് പറഞ്ഞത്. എല്ലാവർക്കും അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. നമ്മൾ ഈ പ്രസക്തമായ ചോദ്യം ചോദിക്കും മാത്രം. ചോദ്യം ചോദിക്കാം. ഇപ്പൊ ചർച്ച കുറെ ചെയ്യാൻ നമുക്ക്. ഈ പെണ്ണ് വെള്ളി പോണ കാര്യം വലിയ വിഷയനോടെ. അപ്പൊ എന്താണ് പറയുന്നത് ആർക്കും അറിയില്ല. ഇവർ പോകണം വരെ നമ്മൾ പോകണ്ടായിരുന്നു. എന്താ പറയുന്ന വസ്തുത എന്ന് പറഞ്ഞു കൊള്ളാം. അതിപ്പോ എന്താ, മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയാണ് അതുപോലെ തന്നെ ലാ തന്നഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. അതൊക്കെ നമ്മളെ തെളിവല്ലേ? എന്ത് പഠിച്ചോളി. ലാ തന്നഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ ഹദീസിന്റെ അർത്ഥം എന്നറിയോ? മസ്ജിദുൽ ഹറാമിലേക്ക് ഹജ്ജിന് പോകുന്നത് തടയരുത്, അതേ സമയത്ത് മറ്റു പള്ളികളിലേക്ക് പോകുന്നത് തടയണം. ഇതാണ് ആ ഹദീസിന്റെ അർത്ഥം. അപ്പൊ അതന്നെ നമ്മൾ തെളിവ് എന്ന് പറഞ്ഞപ്പെടും. പഠിച്ച തമ്പുരാനെ അയാൾ ബേജാറാണ്ട് കൊടുക്കും, മൈക്കൊടുക്കും. അപ്പൊ യാറുള്ള പള്ളികളിലേക്ക് പോകാൻ പറ്റും പെണ്ണുങ്ങൾക്ക്? യാറുള്ള പള്ളിയിലേക്ക് പോകാൻ പറ്റുമല്ലോ നമുക്ക് വേറെ തീരുമാനിക്കാം. ഒരു കാര്യം, പള്ളി എന്ന നിലക്ക് പോകാൻ പറ്റില്ല. അതിൽ യാതൊരു തർക്കമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല തന്നെ അല്ലാഹു മസാജിദല്ല, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് പറഞ്ഞല്ലോ. അത് മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് ഹജ്ജിന് വരുന്നത് തടയരുതെന്ന. എന്നിട്ട് ഷാഫി ഇമാം പറയാണ് ഈ ഹദീസ് അറിയിക്കുന്നു അലാ അന്നലഹു, ഈ പുരുഷന്മാർക്ക് പറ്റും അവളെ തടയാൻ പറ്റും, മറ്റു പള്ളിയിൽ നിന്ന് തടയാൻ പറ്റും എന്ന് ഇമാമിനെ ഈ മുജാഹിദ് നേതാക്കൾ പറയുന്നതും കൂടി സ്വീകരിക്കാൻ പറ്റില്ല. പണ്ട് സലാഹുനബിനോട് കുടവിൽ ചോദിച്ചല്ലോ, സുന്നമി അന്യപുരുഷൻ അന്യസ്ത്രീയെ ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതായത് അന്യപുരുഷൻ അന്യസ്ത്രീയെ സ്വന്തം ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? മൂപ്പർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഒരു കുഴപ്പമില്ല, 24 മണിക്കൂർ കൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ പെണ്ണുമായി കളിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ പുതിയ പെണ്ണുകാരൻ ഉണ്ടാക്കിയത് അത് കേട്ടോ, അതല്ല കേൾക്കേണ്ടി. പെണ്ണ് കാണുന്ന പരിപാടിയില്ല. വിവാഹത്തിന് മുമ്പ്